വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ PSC GK റാങ്ക് കോർണർ എന്ന് പറയുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ PSC GK റാങ്ക് കോർണറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡാർക്ക് സ്കൈ പാർക്ക്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. എന്താണ് ആ സംഘടന? കൂടാതെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വരികയാണ്. എവിടെയാണ് ആ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആഗോളതലത്തില് ജ്യോതിശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ ജ്യോതിശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആഗോളതലത്തിൽ ആരംഭിച്ച സംഘടനയുടെ പേരാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. അപ്പോ എന്താണ് ആ സംഘടനയുടെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൃത്രിമമായിട്ട് വെളിച്ചം കടക്കാതെ പ്രകൃതിയുടെ സ്വാഭാവികതയും ഇരുണ്ട ആകാശത്തിന്റെ പരിസ്ഥിതിയും നിലനിർത്താനായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡാർക്ക് സ്കൈ അസോസിയേഷൻ. അപ്പൊ ആവശ്യമില്ലാത്ത എന്താ പറയുന്നത്, കൃത്രിമമായിട്ടുള്ള വെളിച്ചമൊന്നും കടക്കാൻ പാടില്ല. പ്രകൃതിയുടെ സ്വാഭാവിക വെളിച്ചത്തോടു കൂടി ഇരുണ്ട ആകാശം കാണണം. അപ്പൊ ഇരുണ്ട ആകാശം കാണാൻ എന്തിനാണ് അങ്ങനെ ഇരുണ്ട ആകാശം കാണണേ? ഇരുണ്ട ആകാശത്തിൽ മാത്രമാണ് സ്വാഭാവികമായിട്ടുള്ള ഗ്രഹ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ നക്ഷത്ര നിരീക്ഷണങ്ങളൊക്കെ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ഇവര് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത്. ഈ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള പാർക്കുകളെയാണ് നമ്മൾ ഡാർക്ക് സ്കൈ പാർക്കുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പാർക്ക് ഒരു ടൈഗർ റിസർവ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡാർക്ക് സ്കൈ പാർക്ക് ഒരു ടൈഗർ റിസർവ് ആണ്. അതിന്റെ പേര് പെഞ്ച് ടൈഗർ റിസർവ് എന്നാണ്. എന്താണ് പെഞ്ച് ടൈഗർ റിസർവ്? എവിടെയാണ് പെഞ്ച് ടൈഗർ റിസർവ്? മഹാരാഷ്ട്രയിലാണ് പെഞ്ച് ടൈഗർ റിസർവ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ്, മഹാരാഷ്ട്ര. ഇനി രാജ്യത്തെ തന്നെ, അതായത് ഇന്ത്യയിലെ തന്നെ കടുവ സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്കും ഇതാണ്. അപ്പൊ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമാണ്. അത് പെഞ്ചിലാണ്. ഇനി ഈ പദവി ലഭിക്കുന്ന, ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മഹാരാഷ്ട്രയിലെ പെഞ്ചെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ പ്രദേശവും മഹാരാഷ്ട്രയിലെ പെഞ്ച് തന്നെയാണ്. അപ്പോ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് പദവി ലഭിക്കുന്ന ഏഷ്യയിലെ 5ാമത്തെ പ്രദേശവും ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശവും പെഞ്ച് ടൈഗർ റിസർവ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡാർക്ക് സ്കൈ പാർക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഡാർക്ക് സ്കൈ പാർക്ക് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ് ആണ്, മഹാരാഷ്ട്രയിലാണ്, ഇന്ത്യയിൽ ആദ്യത്തേതാണ്, ഏഷ്യയിൽ 5ാമത്തേതാണ്. പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യം, ആഗോളതലത്തിൽ ജ്യോതിശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വന്നിട്ടുള്ള സംഘടനയാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. കാരണം ഈ ടൈഗർ റിസർവും ഡാർക്ക് സ്കൈ പാർക്കും ഒക്കെ കാണുമ്പോൾ നമുക്ക് കണക്റ്റഡ് ആവില്ലേ? ജ്യോതിശാസ്ത്രവുമായിട്ട് കണക്റ്റഡ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് സ്വാഭാവിക രീതിയിലുള്ള വാന നിരീക്ഷണം, അതായത് ഗ്രഹ നിരീക്ഷണങ്ങള്, നക്ഷത്ര നിരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സംഘടനയാണ്. അപ്പൊ ആ പ്രദേശം അങ്ങനത്തെ ഒരു പ്രദേശം ആയതുകൊണ്ടാണ് ഇവരുടെ സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഡാർക്ക് സ്കൈ പാർക്ക് ഫസ്റ്റ് വൺ, ഇന്ത്യയിലെ ഫസ്റ്റ്, അതുപോലെ ഏഷ്യയിലെ 5th ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ്, മഹാരാഷ്ട്ര. അപ്പോൾ ഇത്തരം GK റിലേറ്റഡ് ഫാക്ട്സ് അറിയുന്നതിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. കൂടാതെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.